ഓക്കെ ഫ്രണ്ട്സ്, നമുക്കിത് നല്ല ചൂടാണ്. നമുക്ക് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. കാണിച്ചു തരാം. സെറ്റപ്പ്, അടിപൊളി ടേസ്റ്റ്. ഹലോ ഫ്രണ്ട്സ്, നല്ല അടിപൊളി കരിമീൻ പൊള്ളിച്ചത് എല്ലാവർക്കും വീട്ടിലുണ്ടാക്കിയെടുക്കാം. ഇതെങ്ങനെയല്ല ഉണ്ടാക്കുന്നതെന്നല്ലേ? വാ, നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി ഐറ്റമാണ്, കരിമീൻ പൊള്ളിച്ചത്. ഞാൻ ഇതിന് വേണ്ട ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം. ഞാൻ 2 കരിമീൻ എടുത്തിട്ടുണ്ട്, മീഡിയം സൈസ്. ഒരു 3 സ്പൂൺ മുളക് പൊടി, കാശ്മീരിയാണ്. പിന്നെ ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി, 1/4 പാല് തേങ്ങയുടെ, ഇഞ്ചി വെളുത്തുള്ളി, ഒരു 100 ഗ്രാം ചെറുള്ളിയുണ്ട്, കുരുമുളക് പൊടിയുണ്ട്, പിന്നെ 2 തക്കാളി ചെറുതാണ്, പിന്നെ ഒരു ഇതുണ്ട്, ലെമനുണ്ട്, പിന്നെ വേപ്പില. ഇത് പുളിയാണ്, വാളംപുളിയാണ്. ഇത് വൈറ്റ് പെപ്പറാണ്. പിന്നെ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്, പിന്നെ ഉപ്പും വേണം, ആവശ്യത്തിന് ഉപ്പ്. നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്കപ്പോൾ മീൻ കട്ട് ചെയ്തെടുക്കാം. ഇതെങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിങ്ങനെ എടുത്ത് വെച്ച് നമുക്കിത് വരഞ്ഞു കൊടുക്കും. ഇങ്ങനെ നൈസായിട്ട് എല്ലാ ഭാഗവും ഇങ്ങനെ ചെറിയ ചെറിയ വരയിൽ ഇങ്ങനെ വരഞ്ഞു കൊടുക്കാം. ഈ സൈഡ് അങ്ങനെ തന്നെ വരച്ചു കൊടുക്കും. നല്ലതായിട്ട് മസാല പിടിക്കാൻ വേണ്ടിയാണ് ഇത് വരഞ്ഞത്. ഓക്കെ ഫ്രണ്ട്സ്, മൊത്തത്തിൽ വരഞ്ഞിട്ടുണ്ട്. ഇതേപോലെ മറ്റേ മീനും വരഞ്ഞെടുക്കാം. നമുക്ക് മീൻ മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിന് ഞാനിവിടെ ഒരു 2 സ്പൂൺ കുരുമുളക് പൊടി ഇടുന്നുണ്ട്. പിന്നെ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 2 നാരങ്ങ എടുത്ത് നമുക്കൊന്ന് ഫ്രഷ് ചെയ്തിട്ടുള്ള ഒഴിക്കാം. സോറി, 2 നാരങ്ങയല്ല, നമ്മൾ 1 നാരങ്ങയാണ്, 2 പീസാണ് ഉദ്ദേശിച്ചത്. നാരങ്ങ എടുത്ത് ഒഴിക്കാം. ഒരു ഏകദേശം 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുത്ത് മീനിൽ പുരട്ടി ആദ്യം ഒന്ന് വറുത്തെടുക്കാം. ഓക്കെ, നമ്മളിങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെടുത്ത് നല്ല പേസ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിത് മീനിൽ പുരട്ടി ഒരു 1/2 മണിക്കൂർ എടുത്ത് വെക്കാം. ഓക്കെ, നമുക്കിത് പുരട്ടി കൊടുക്കാം. ഇങ്ങനെ ഇതിൻ്റെ ഗ്യാപ്പിലെല്ലാം ഇങ്ങനെ പുരട്ടി ഇത് ജസ്റ്റ് ഒന്ന് പൊള്ളിച്ചെടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ കുരുമുളകിൻ്റെയും ഈ ഉപ്പും ഇതെല്ലാം കൂടി ഇതിൽ പിടിച്ച് സെറ്റാവും. ഇതൊരു ബേസാണ്. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ പരിപാടി തുടങ്ങുന്നത്. ഓക്കെ, നമുക്കത് ഇത് പുരട്ടിയെടുക്കാം. 2 മീൻ ഇങ്ങനെ തന്നെ പുരട്ടിയെടുക്കാം. ഹലോ ഫ്രണ്ട്സ്, ഇനി നമുക്ക് മീനൊന്ന് ജസ്റ്റ് പൊള്ളിച്ചെടുക്കാം. അതിനുവേണ്ടി ഞാൻ പാൻ അടുപ്പത്ത് വെച്ച് കത്തിച്ചിട്ടുണ്ട്. ഇത് ഹീറ്റായി കഴിയുമ്പോൾ വെളിച്ചെണ്ണയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. മീൻ 2 സൈഡും പൊള്ളി കിട്ടുന്നുണ്ട്. അപ്പം കുറച്ച് ഏറെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് അതിൽ പൊള്ളി കിട്ടുന്ന പോലെ ഒഴിച്ച് ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് മീൻ വെച്ച് കൊടുക്കാം. ഫ്രണ്ട്സ്, നമ്മുടെ പാൻ ഹീറ്റായിട്ടുണ്ട്. നമുക്ക് മീനെടുത്ത് പാനിൽ വെച്ച് പൊള്ളിച്ചെടുക്കാം. ചെറു തീയിൽ വെച്ച് 2 സൈഡും ഒന്ന് ജസ്റ്റ് ഒന്ന് മുരിച്ചെടുക്കാം. ഓവറായിട്ട് കുക്കാവേണ്ട ആവശ്യമില്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഈ സൈഡ് ലൈറ്റായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഇനി ഈ സൈഡ് തിരിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡ് തിരിച്ചും മറിച്ചും വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം.
ഏകദേശം ആയിട്ടുണ്ട് ഈ സൈഡൊക്കെ. കുറച്ച് ആവുള്ളൂ. ഇതെല്ലാം കറക്റ്റായിട്ട് വെക്കും. ഓക്കെ, ഞാൻ നൈസായിട്ട് ലൈറ്റ് തീയിൽ വെച്ചിട്ട് നമുക്ക് പൊള്ളിച്ചെടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിനി അതിന് പൊള്ളിച്ചതിന് വെക്കാനുള്ള മസാലയ്ക്കുള്ള സവോള ചെറുതായിട്ട് കട്ട് ചെയ്ത്, സവോള അല്ല ചെറുള്ളി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നൈസായിട്ട്, വളരെ നൈസായിട്ട് കട്ട് ചെയ്തെടുക്കാം. സൈസ് കൂടിയ ചെറുള്ളിയാണ്. നൈസായിട്ട് അങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇതേപോലെ നമുക്ക് ഇഞ്ചിയും സവോളയും വെളുത്തുള്ളി എല്ലാം ഒരേപോലെ കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട്സ്, അവിടെ മീൻ സെറ്റപ്പ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതെടുത്ത് മാറ്റിയിട്ട് നമുക്ക് മസാല അടിക്കാനുള്ള പാൻ വെച്ച് മസാല അടിക്കാം. ഓക്കെ, ഇതേ എണ്ണയിൽ തന്നെ നമ്മൾ അടിക്കുന്നത്. അപ്പോൾ ഓക്കെ, മീൻ ഇത്രയും വെന്താൽ മതി. നമുക്കിനി ഇത് എടുത്ത് മാറ്റാം. ഓക്കെ, മീൻ വറുത്ത എണ്ണ എടുത്ത് ഇതിലേക്ക് തന്നെ ഒഴിക്കുക. ഫ്രണ്ട്സ്, നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറുള്ളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമുക്കൊരു ലേശം ഉപ്പ് തന്നെ ഇട്ട് കൊടുക്കാം. ഒരു 1/4 സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. സവോള ഒന്ന് നല്ലതായിട്ട് ചെറുള്ളി ഒന്ന് നല്ലതായിട്ട് വാട്ടി വരാൻ വേണ്ടിയാണ്. ഇതൊന്ന് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇതിലിട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് ഷോർട്ടാക്കി എടുക്കണം. ഒരു 5-6 മിനിറ്റ് നല്ലതായിട്ട് ഷോർട്ടാക്കി എടുത്താലേ ഇതിൻ്റെ കാര്യമുള്ളൂ. നമുക്കൊന്ന് നല്ലതായിട്ട് ഷോർട്ടാക്കി എടുക്കാം. ഫ്രണ്ട്സ്, ഇപ്പോൾ സവോള നല്ലതായിട്ടൊന്ന് ഗോൾഡൻ കളറായി വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി നമുക്കെടുത്ത് വെച്ച മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ടൊന്ന് സോട്ടാക്കി എടുക്കാം. നമുക്കൊരു 2 വലിയ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ട് 1.25 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. നമുക്കിതൊന്ന് നല്ലതായിട്ട് ഇളക്കി സോട്ട് ചെയ്തെടുക്കാം. നല്ലതായിട്ടൊന്ന് മൂക്കണം. മുളകിൻ്റെ മല്ലിയുടെ കുത്തലൊക്കെ ഒന്ന് മാറണം. നല്ല തീയിലിട്ടിട്ട് നൈസ് തീയിലിട്ടിട്ട് നല്ലതായിട്ട് മൂപ്പിച്ചെടുക്കും. ഓക്കെ ഫ്രണ്ട്സ്, ഇതിപ്പം നല്ലതായിട്ട് സോട്ടായിട്ടുണ്ട്. പച്ചപ്പൊന്ന് മാറി കുത്തലൊക്കെ മാറി ഒന്ന് ഇതായിട്ടുണ്ട്. നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഒരു ഉള്ളി വേപ്പിലയും പിന്നെ ഈ തക്കാളി ഇപ്പോഴും ഇടാവുള്ളൂ. എന്നാലാണ് കറക്റ്റ് സോട്ടിങ് പരുവത്തിലേക്ക് എത്തുള്ളൂ. നമ്മൾ തക്കാളി കൂടി ഇട്ടുള്ളൂ. തക്കാളി നല്ലതായിട്ടൊന്ന് സോട്ടായി എടുക്കണം. മുളകിൻ്റെയും മല്ലിയുടെ ഇതെല്ലാം കൂടെ ഒരുമിച്ചടിഞ്ഞ് തക്കാളി കഴിച്ചു. ഫ്രണ്ട്സ്, ഇതിപ്പോൾ നമുക്ക് സെറ്റായിട്ടുണ്ട്. നമുക്ക് ഈ പുളി കലക്കി വെച്ച വെള്ളമാണ്, വാളംപുളിയാണ്. ഞാനൊരു 1/4 ഗ്ലാസ് വെള്ളം കാണും. അപ്പോൾ നമുക്ക് പുളി നേരിട്ട് പിഴിഞ്ഞെടുത്ത് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റാണ്. വാളംപുളി ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അത് നമുക്ക് മിക്സ് ചെയ്തെടുത്ത് സോട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട്സ്, ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് നോക്കിക്കോണം. ടേസ്റ്റിനനുസരിച്ച് ഇടണം.
ഇതിപ്പോൾ എൻ്റെ ഫൈനൽ സ്റ്റേജായി, എല്ലാം ഒന്ന് സോർട്ടായി വന്നു. ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലിനകത്തൊന്ന് അര ഗ്ലാസ് പാലുണ്ട്. അതിനകത്ത് അര ഗ്ലാസ്, അതായത് ഗ്ലാസ് പാൽ മാത്രം മതി. ഗ്ലാസ് എടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് സോർട്ടാക്കി ഡ്രൈ ആക്കി എടുക്കുക. ഒത്തിരി ഓവർ ഹീറ്റാക്കണ്ട. ഇത് ഒഴിച്ചിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ അര ഗ്ലാസ് പാൽ ഒഴിച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് സോർട്ട് ചെയ്തെടുക്കാം. നമ്മുടെ മസാല സെറ്റായി. ഞാൻ ഇതിലേക്കൊരു അര സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കുറവാണ്, നിങ്ങൾ ഉപ്പ് നോക്കി സെറ്റ് ചെയ്തോണം. ഓക്കെ, ഇത് ഏകദേശം ഫിനിഷായി. ഇനി നമുക്കൊന്നുകൂടെ ഒന്ന് സോർട്ട് ചെയ്ത് എടുത്ത് മാറ്റാം. ഇനി നമുക്ക് മീൻ പൊള്ളിക്കുന്നതിൻ്റെ അകത്തോട്ട് ഇത് പുരട്ടി നമുക്കതെങ്ങനെയാണ് സെറ്റപ്പ് കാണാം. ഫ്രണ്ട്സ്, ഞാനേ മീൻ നമുക്ക് പൊള്ളിക്കാൻ വേണ്ടി വാഴയിലാണ്. വാഴയിൽ ഇങ്ങനെ എടുത്ത് കഴുകിയിട്ട് സ്റ്റൗവിൽ മണ്ടയിൽ ഇങ്ങനെ വെച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുകയാണ്. വാഴ വാട്ടി കഴിഞ്ഞ് കീറുകയില്ല, നല്ലതായിട്ട് നമുക്കത് മോൾഡ് ചെയ്തെടുക്കാം. ഇതിൽ വാഴയിൽ അലുമിനിയം ഫോയിലും കൂടെ യൂസ് ചെയ്താണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി വാഴയില മതി നമുക്ക്. ഇത് വാഴയില ഗ്യാസിന് വേണ്ടി വെച്ച് വാട്ടിയെടുക്കണം. മീൻസ് നമ്മളിങ്ങനെ ഒരു അലുമിനിയം ഫോയിൽ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഇല ഇങ്ങനെ വെച്ചു. എങ്ങനെ വേണം വെക്കാം, ഞാനിങ്ങനെ വെച്ചു. വെച്ചിട്ട് നമുക്ക് മീനെടുത്ത് ഇതിൽ സെറ്റ് ചെയ്യാം. ആദ്യം ഇതിലേക്ക് ഗ്രേവി ഇട്ട് കൊടുത്തിട്ട് മീനെടുത്ത് സെറ്റ് ചെയ്യാം. നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഗ്രേവി നൈസായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. മതിയാവും. നമ്മൾ മീനെടുത്ത് ഇങ്ങനെ സെറ്റ് ചെയ്തു. ഈ ഗ്രേവി എടുത്ത് മീനിൻ്റെ മണ്ടേ ഇട്ട് കൊടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, നമുക്കിതിങ്ങനെ മടക്കി വെക്കാം. വെക്കാം. നമ്മളതിൽ അലുമിനിയം ഫോയിൽ ഉള്ളതുകൊണ്ട് കെട്ടാനൊന്നും വേറെ ആവശ്യമില്ല. അത് അലുമിനിയം ഫോയിൽ ഉണ്ടെങ്കിൽ കൂടുതൽ കോട്ടിങ്ങും കൊടുക്കുന്നില്ല. ഒരു ഇലയുടെ ആവശ്യം മതി. അലുമിനിയം ഫോയിൽ ഇല്ല, ഇലയിൽ തന്നെ ചെയ്യുവാണെങ്കിൽ സെറ്റപ്പായിട്ട് നമുക്ക് 2-3 ഇല, ഒരു വലിയ ഇല എടുത്ത് 2-3 ഇല വെച്ച് കഴിഞ്ഞാൽ സെറ്റപ്പായിട്ട് ചെയ്യാം. നമ്മൾ അലുമിനിയം ഫോയിൽ ഉള്ളതുകൊണ്ട് നമ്മളിങ്ങനെ സെറ്റപ്പാക്കി എടുക്കും. ജസ്റ്റ് ഇങ്ങനെ മടക്കിയെടുത്താൽ മതി, സംഭവം റെഡി. അടുത്ത മീൻ എടുത്തു. ഗ്രേവി നമുക്ക് അതിൻ്റെ ഇല കിട്ടും. നമ്മൾ 2 മിനിറ്റ് ഗ്രേവി ആക്കി. നമ്മൾ പിന്നെ അതുകൊണ്ട് കൂടുതൽ ഗ്രേവി ആക്കി. ഈ ഗ്രേവിന് പിന്നെ തിന്നത് ഇന്നത്തെ സെറ്റ് ചെയ്യും. നമുക്ക് ബാക്കി ഗ്രേവി നമ്മൾ ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റ് പിടിക്കാം. നമുക്കിത് എടുത്ത് തവൽ വെച്ച് ചുട്ടെടുക്കാം. മീൻസ് നമ്മൾ നേരത്തെ വറക്കാൻ യൂസ് ചെയ്ത ഇത് തന്നെ തവ തന്നെയാണ്. അതിലേക്ക് നമ്മളിങ്ങനെ റേസ് ചെയ്ത് ഓരോന്ന് വെച്ച് വറുത്തെടുക്കാം. നല്ല ഹീറ്റിൽ 2 സൈഡിൽ ഒരേപോലെ വറുത്തെടുക്കാം. എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. തവ ഇതാവാതെ ജസ്റ്റ് നോക്കി ഫോയിൽ ഇട്ടൊക്കെ എടുത്താൽ മതി. ഓക്കെ ഫ്രണ്ട്സ്, ഈ സൈഡ് നല്ലതായിട്ട് ഹീറ്റായി നല്ലതായിട്ട് ഇതായിട്ടുണ്ട്. നമുക്കിത് നല്ല ചൂടാണ്, സൂക്ഷിച്ച് നമുക്ക് ഈ സൈഡ് തിരിച്ച് വെക്കാം. ഓക്കെ, ഇങ്ങനെ തിരിച്ചും മറിച്ചും വെച്ച് നമുക്ക് നല്ലതായിട്ട് പൊള്ളിച്ചെടുക്കാം. ഓക്കെ, ഇത് വാഴയിലയിൽ വെച്ച് പൊള്ളിക്കുന്നതാണ് എളുപ്പം, നല്ലത്. പക്ഷേ അതേ എഫക്റ്റ് തന്നെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പൊള്ളുകയും ചെയ്യും, നൈസായിട്ട് ക്രിസ്പി ആവുകയും ചെയ്യും, ആ ഫ്ലേവറും കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചുകൂടി ഈസി. ഓക്കെ, രണ്ടും നല്ല സെറ്റപ്പായി വരുന്നുണ്ട്. ഇത് ഏകദേശമായി വരുന്നുണ്ട്, കണ്ടറിയാം. ഓക്കെ, ഇപ്പോൾ ഒരു 10 മിനിറ്റ് കൂടെ മാക്സിമം. 10 മിനിറ്റ് കഴിഞ്ഞാൽ റെഡിയാവും. ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ കരിമീൻ പൊള്ളിച്ചത് നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട്. നല്ല ചൂടാണ്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം എന്തായിരുന്നു. നല്ല പുക, എണ്ണയൊക്കെ ഇങ്ങനെ തുറന്ന് പുകയൊക്കെ വരുന്നുണ്ട്. നല്ല മണം ഗൈസ്, നല്ല മണം, ഒരു രക്ഷയില്ല. ഭയങ്കര ചൂടാണ്. അടിപൊളി. ഓക്കെ ഫ്രണ്ട്സ്, നമുക്കിത് നല്ല ചൂടാണ്, നമുക്ക് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. കാണിച്ചു തരാം. സെറ്റപ്പ്, അടിപൊളി ടേസ്റ്റ്. ഹലോ ഫ്രണ്ട്സ്, നല്ല സെറ്റപ്പ് രസികൻ കരിമീൻ പൊള്ളിച്ചത് എല്ലാവർക്കും വീട്ടിലുണ്ടാക്കിയെടുക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മീ, ലൈക്ക് മീ ആൻഡ് ഷെയർ മീ.
താങ്ക് യു ഫോർ വാച്ചിങ്.